GM കോമേഴ്സിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പിന്തുടർച്ചയായിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസെറ്റ് എന്നെഴുതിയിട്ട് ഇവിടെ ഡേറ്റ് ചേർക്കുന്നു. അതായത് ട്രയൽ ബാലൻസിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങി വിറ്റതിൻ്റെ നെറ്റ് റിസൾട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കണ്ടു. അത് ഗ്രോസ് പ്രോഫിറ്റ് 6625 രൂപയാണ്. അപ്പോൾ ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഡൗൺ ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. അപ്പം 6625 രൂപ നമുക്ക് കച്ചവട ലാഭം കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് ഈ ദൈനംദിന ചെലവുകൾ എന്തുമാത്രമൊക്കെ വന്നെന്ന് നോക്കാം. ഒന്ന്, സാലറീസ്. നമ്മൾ സാലറി കൊടുത്തു 8300 രൂപ. അത് നോമിനൽ ഐറ്റമാണ്, അത് ചിലവാണ്. ഇനി അടുത്തത് റെൻ്റ് ആൻഡ് റേറ്റ്സ്, വാടകയും ടാക്സും കൊടുത്തതാണ്. അത് 1100 രൂപ ഉണ്ട്, അത് നോമിനൽ ഐറ്റമാണ്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, അതായത് ഓഫീസിൽ നമുക്ക് ആവശ്യമുള്ള പേപ്പർ, പേനകൾ, മറ്റ് ഐറ്റംസൊക്കെ ഓഫീസ് ഉപയോഗത്തിന് വേണ്ടി മേടിച്ചതാണ്. അത് നോമിനൽ ഐറ്റമാണ്, അത് 675 രൂപയുണ്ട്. ഇനി ഇൻഷുറൻസ് ചാർജ് നമ്മൾ കൊടുത്തു, അത് 800 രൂപയുണ്ട്. ഇനി നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു 1200 രൂപയുണ്ട്. അപ്പം നമുക്ക് ആകെ നമ്മുടെ ചെലവ് എന്ന് പറയുന്നത് 12075 രൂപയാണ്. അതായത് 8300-ഉം 1100-ഉം 675-ഉം 800-ഉം 1200-ഉം കൂട്ടുമ്പോൾ 12075 രൂപ വരും. അപ്പോൾ 12075 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. ലാഭം എത്ര കിട്ടിയിട്ടുണ്ട്? 6625 രൂപയുള്ളൂ. അപ്പോൾ 6625 രൂപ നമുക്ക് കച്ചവട ലാഭം കിട്ടി. 12075 രൂപ ഇത്ര ഐറ്റംസ് കൂട്ടുമ്പോൾ നമുക്ക് 12075 കിട്ടും. അത് നമ്മളെ ചിലവഴിച്ചു. അവിടെ നഷ്ടമല്ല വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും കൂടി ഈക്വൽ ആക്കാനായിട്ട് ബൈ നെറ്റ് ലോസ് ക്യാരി ഡൗൺ 5450 രണ്ട് സൈഡും ഈക്വലാക്കി. എന്നിട്ട് നെറ്റ് ലോസ് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 5450 എന്ന് എഴുതി വെച്ചു. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതൊരു സിമ്പിൾ മോഡലാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒത്തിരി ഐറ്റംസ് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്, കുറയ്ക്കേണ്ടതുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നതാണ്. അപ്പം GM കോമേഴ്സിൽ ഈ ഭാഗം ശ്രദ്ധിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് സിമ്പിൾ ഫോമാണ്. ഇത് നമ്മൾ പല തവണ നോക്കി പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മുൻപോട്ടുള്ള നമ്മളുടെ പഠനം പൂർത്തീകരിക്കാനായിട്ട് കഴിയൂ. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിലുള്ള ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇത്ര ഐറ്റംസ് നിങ്ങൾ നോക്കുക. നോക്കി അത് മനസ്സിലാക്കി പഠിക്കുമല്ലോ. ഇനി മറ്റൊരു അധ്യായമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.